രോഗികൾക്ക് ആശ്രയമാകേണ്ട ആതുരാലയങ്ങൾ സമരവേദികളാകുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചയിലേറെയായി റിലേ അടിസ്ഥാനത്തിൽ OP ബഹിഷ്കരണം മെഡിക്കൽ കോളേജുകളിൽ നടക്കുകയാണ്. ഒപ്പം രോഗിപരിചരണം ഒഴികെ ഡ്യൂട്ടി ബഹിഷ്കരണവും തുടരുന്നുണ്ട്. ഇത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുന്നു. എന്താണ് നമ്മുടെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്? MG പ്രതീഷ് ചൂണ്ടിക്കാണിക്കും. മറ്റേത് സർക്കാർ സ്ഥാപനങ്ങളെയും പോലെയല്ല ആശുപത്രികൾ. രോഗി പരിചരണ കേന്ദ്രങ്ങൾ സമരവേദികളാകുമ്പോൾ അത് ബാധിക്കുന്നതേറെയും സാധാരണക്കാരെയാണ്. മുമ്പെങ്ങും തന്നെ ഇല്ലാത്ത തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ പോകുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുമ്പോഴാണ് സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും സമരവേദികളാകുന്നത്. KGMCTAയുടെ നേതൃത്വത്തിൽ റിലേ അടിസ്ഥാനത്തിലുള്ള OP ബഹിഷ്കരണം 2 ആഴ്ച പിന്നിട്ടു. വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അവധി ദിനങ്ങളിൽ ജോലി ചെയ്യില്ലെന്നുമാണ് പ്രഖ്യാപനം. അനിശ്ചിതകാലമായി തുടരുന്ന KGMCTA സമരത്തിന്റെ കാരണമെന്താണ്? മറ്റ് സർക്കാർ ജീവനക്കാർക്ക് തടഞ്ഞുവച്ച ആനുകൂല്യങ്ങളെല്ലാം ഈയടുത്ത് വിതരണം ചെയ്തു. പക്ഷേ അപ്പോഴും ഡോക്ടർമാരോട് കടുത്ത അവഗണനയെന്നാണ് സംഘടന കുറ്റപ്പെടുത്തുന്നത്. എഴുത്താലും വാക്കാലും തന്ന ഉറപ്പുകൾ തുടർച്ചയായി ലംഘിക്കപ്പെട്ടു. ഇതോടെ സമരം ചെയ്യാൻ നിർബന്ധിതരായെന്ന് ഡോക്ടർമാർ. ഞങ്ങൾ തന്നെ സമരത്തിന് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഗതികെട്ടിട്ടാണ്. വേറെ ഒരു വഴിയും ഇല്ലാതെ വന്നപ്പോഴാണ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ അതിനു മുന്നേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ആ ആവശ്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനോ ഒന്നും സർക്കാർ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ടും ഞങ്ങൾ മാക്സിമം ജനങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ പോകണം എന്ന് വെച്ചാണ് ഞങ്ങൾ ഇത്രയും ഇത് നീട്ടിക്കൊണ്ടുപോയത്. പക്ഷെ അപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഔദ്യോഗികമായൊരു മിനിറ്റഡ് മീറ്റിംഗ് പോലും ഞങ്ങളുടെ വകുപ്പ് തലത്തിൽ നിന്നോ ഒന്നും ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകളല്ലാതെ ഔദ്യോഗികമായ യാതൊരുവിധ ചർച്ചകളും ഇതുവരെ നടന്നിട്ടില്ല. എൻട്രി കേഡറിലുള്ള ശമ്പളത്തിലെയും പ്രൊമോഷൻ കാലയളവിലെയും അപാകത പരിഹരിക്കുക, 2016 മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമുള്ള തസ്തികകൾ സൃഷ്ടിക്കുക എന്നിവ പ്രധാന ആവശ്യങ്ങൾ. ജീവഭയം കൂടാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA സമരം ആരംഭിച്ചത്. രോഗി പരിചരണം ഒഴികെയുള്ള ഡ്യൂട്ടി ബഹിഷ്കരിച്ചുള്ള സമരം 5ാം ദിവസം പിന്നിട്ടു. ആശുപത്രികൾ അതിസുരക്ഷാ മേഖലയാക്കണമെന്നാണ് സർക്കാർ ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടന്ന ചർച്ചകളിലെ ഉറപ്പ് പലതും പാലിക്കപ്പെട്ടില്ല. അവസാനത്തെ ഇരയായി താമരശ്ശേരി ആശുപത്രിയിൽ വെട്ടേറ്റ ഡോക്ടർ വിപിനും. ആശുപത്രികൾ സമരവേദികളാകുമ്പോൾ എന്താണ് രോഗികൾക്ക് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. ഡോക്ടർ എഴുതി തന്നതാണ്, ഇന്ന ഡേറ്റിന് ഇന്നത്തെ ഡേറ്റിന് വരണം. അങ്ങനെ ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് ലീവ് എടുത്ത് ഇന്ന ഡേറ്റിന് വരണമെന്ന് പറഞ്ഞ് വന്നതാണ്. എങ്കിൽ എന്തിനാണ് ഇവർ ഈ ഡേറ്റിന് എന്നെ എഴുതി തന്നത്? അതും ഇവിടെ വന്നപ്പോൾ സിസ്റ്റർമാർ പറയുന്നത് ഡോക്ടർ വരുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഒന്നും അറിയിപ്പൊന്നും കിട്ടിയില്ല എന്ന്. അങ്ങനെ ഒരു സിസ്റ്ററിനെ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ ആ സിസ്റ്റർ എന്നും പറഞ്ഞിരുന്നിട്ട് എന്താണ് കാര്യം? കുറെ കഴിഞ്ഞേ വരുവോളാന്ന് അവർ സമരത്തിലൊക്കെ ആണെന്നൊക്കെ പറയണം. എന്ത് ബുദ്ധിമുട്ടിയാണ് അറിയാൻ വരാം എന്നാണെങ്കിൽ ഇതിൻ്റെ ഇളയനെയും കൊണ്ടാണ് വന്നത്. എൻ്റെ കൂടെ വരാൻ ആരുമില്ല, 2 ആമക്കളൊക്കെ ഉള്ള മരിച്ച്. അല്ലല്ല, ഇപ്പോൾ വന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞതാണ് സമരമാണെന്ന്. ആരെങ്കിലും കാണിച്ചിട്ട് പോകാൻ പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. നമ്മൾ അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരിക പറഞ്ഞു. 1 മാസത്തേക്ക് മരുന്ന് വന്നതാ. അപ്പോൾ ഇന്ന് കാണിക്കാൻ വന്നത് OP ഇന്ന് ബുധനാഴ്ചയല്ലേ, അങ്ങനെ വന്നതാ. ഞാരകിൻ്റെ ഡോക്ടർ ഇവിടെ അഡ്മിറ്റിൻ്റെ ഡേറ്റ് തരുവാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. ബുധനാഴ്ചയോ തിങ്കളാഴ്ചയോ അവർ OP അങ്ങനെ വന്നതാ. ഇവിടെ എത്തിയേ അറിയുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ ഒന്നും. കഴിഞ്ഞ ആഴ്ച ഇവിടെ അഡ്മിറ്റ് ആയ ആളാണ്. ഒന്ന് വരാൻ പറഞ്ഞ ബുധനാഴ്ച. ഇപ്പോൾ ഇവിടെ 6 മണിക്ക് ഒന്നാണ്. ഡോക്ടർ സമരമാരാണ് ഇവിടെ ഇരിക്കുക. OPക്ക് അവിടെ പോയിട്ട് PG ഡോക്ടർമാരെ ഓലെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയും ജനങ്ങളെ ഇങ്ങനെ എത്ര നാൾ വലയ്ക്കാനാണ്? സമരവേദികൾക്കുള്ള ഇടമല്ല സർക്കാർ ആശുപത്രികൾ. അത് മനസ്സിലാക്കി സർക്കാരും ഡോക്ടർമാരും പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണം. ക്യാമറമാൻ VS മനീഷിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.